സഹോദരി, ഉമ്മാക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ അത് സാധിപ്പിച്ചു കൊടുത്തു ഉമ്മയുടെ പൊരുത്തം വാങ്ങണം, ഉപ്പാന്റെ സന്തോഷം വാങ്ങണം, അവരുടെ ജീവിതത്തിന്റെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങണം. സ്വർഗത്തിൽ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്വഹാബിമാരെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാരണം പറഞ്ഞത് അവരുടെ ഉമ്മാക്ക് അവർ നിർവഹിച്ച സേവനത്തിന്റെ ഭംഗിയാണ്. എത്ര ഉദാഹരണങ്ങളുണ്ട് ഒന്ന് പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, സ്വർഗം കണ്ടുവന്ന് എല്ലാം പറഞ്ഞു തന്ന നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ ഞാൻ പ്രവേശിച്ചപ്പോ ഫസമിഅതു സൗത ഖാരിഇൻ യഖ്റഅ, ഖുർആൻ ഓതുന്ന ഒരു ഖാരിഇന്റെ ശബ്ദം ഞാൻ കേട്ടു. സ്വർഗത്തിൽ നല്ല ഭംഗിയായി ഒരാൾ ഖുർആൻ ഓതുന്നത് ഞാൻ കേൾക്കുന്നു. ആരാണ് ഖുർആൻ ഓതുന്നത്? സ്വർഗത്തിലല്ലേ ഖുർആൻ ഓതുന്നത്? ഞാനൊന്ന് നോക്കൂ, ഞാൻ ചോദിച്ചു അവിടെയുള്ള മലക്കിനോട്, മൻ ഹാദാ, ഈ ഖുർആൻ ഓതുന്ന വ്യക്തി ആരാണ്? അവര് പറഞ്ഞു, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ തങ്ങളാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, എന്തേ ഹാരിസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കയറിയിട്ട് ഖുർആൻ ഓതാനുള്ള കാരണമെന്നറിയുമോ? ദാലിക്കുമുൽ ബിർറു, ദാലിക്കുമുൽ ബിർറു, അങ്ങനെ ചെയ്യണം ഗുണം, അങ്ങനെയാണ് ഗുണം ചെയ്ത് ജീവിക്കേണ്ടത്. വകാന അബറന്നാസി ബി ഉമ്മിഹി, ഹാരിസ റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് നല്ല സേവനം ചെയ്ത പൊരുത്തം ചെയ്ത മോനാണ്. ഹാരിസ റളിയല്ലാഹു അൻഹു സ്വന്തം ഉമ്മാക്ക് അത്രയും പൊരുത്തപ്പെട്ട മോനാണ്. ഞാൻ തീർച്ചപ്പെടുത്തി പറയട്ടെ, നല്ല പൊരുത്തക്കേടുകളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിയേക്കണം, ആ കറ മാറ്റിയേക്കണം. എത്ര വലിയ ആളാണെങ്കിലും ഒരു കറ ആ രൂപത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ മടിക്കരുത്. സാമ്പത്തികമായിട്ടാകട്ടെ, വാക്ക് സംബന്ധിയായിട്ടാകട്ടെ, സ്ഥല സംബന്ധിയായിട്ടാകട്ടെ, പൊരുത്തത്തിന്റെയും സമ്മതത്തിന്റെയും വകുപ്പിലാകട്ടെ, സംഗതി വലിയ വിഷയം തന്നെയാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഇത്രക്ക് ഉപദേശിച്ച ഒരു വിഷയം നമുക്ക് കാണാൻ കഴിയില്ല. ഇടക്കിടക്ക് ഉപദേശിക്കുന്നതാണ്. തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിമാർ ആരൊക്കെയുണ്ട്? പക്ഷെ അവരൊക്കെ മേൽവിലാസം തങ്ങൾ ശരിയാക്കിയത് എവിടെയെന്ന് അറിയുന്നത്? ബാപ്പാനെയും ഉമ്മാനെയും നോക്കുന്നിടത്താണ്, ഉപ്പാനെയും ഉമ്മാനെയും നോക്കുന്നിടത്താണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിന് പോകാൻ ആഗ്രഹിച്ച്, എന്നും കൊതിച്ച് ആഗ്രഹിച്ച്, ഒരു അവസരം കിട്ടിയിട്ട് വാഹനമൊക്കെ റെഡിയാക്കി ശരിയാക്കിയിട്ട് അതിന് പോരാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഉമ്മാന്റെ സമ്മതമല്ല. ഉമ്മ പറഞ്ഞു, മോനെ നീ പോയാ ഞാൻ ഒറ്റക്കല്ലേ, ഇവിടെ ആരാ ഉള്ളത്? അല്ല ഉമ്മ, ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നു. ഒക്കെ ശരി, ഞാൻ ഒറ്റക്കല്ലേ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് തൽക്കാലം മോൻ ഇപ്പൊ പോകരുത്. അല്ല ഉമ്മ, എനിക്ക് പോയേ പറ്റൂ. ആരെ കൂടെ പോകുന്നത് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയാണ്. അവസാനം ഉമ്മ എന്ത് പറഞ്ഞു എന്നറിയോ? മോനെ, ഞാൻ പറഞ്ഞ വാക്കൊന്നും കേൾക്കാൻ പറ്റൂലേ, മുലയൂട്ടി പാലൂട്ടി വളർത്തിയത് ഞാനല്ലേ എന്ന് വരെ ഉമ്മ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നല്ല വാഹനത്തില് കെട്ടുംപാടൊക്കെ ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് എത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? അബൂ ഹുറൈർ, അബാഹിർ, ഉമ്മ തന്ന മുലപ്പാലിന്റെ വീര്യവും വലുപ്പവും ഓർമ്മപ്പെടുത്തിയിട്ടും വാഹനങ്ങളൊക്കെ കെട്ടി റെഡിയാക്കി ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? നടക്കില്ല, തിരിച്ചു പോകണം, തിരിച്ചു പോകണം വീട്ടിലേക്ക്. ഞാൻ എന്റെ യുവതീ യുവാക്കളോട് പറയട്ടെ, അതിലും വലുതൊന്നും അല്ല കൂട്ടുകാര്. പക്ഷെ നമ്മളിപ്പോ അനുഭവിക്കുന്ന യുഗത്തിൽ ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്ന 15 പരീക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞൊരു ഹദീസിൽ
ബാപ്പാനെയും ഉമ്മാനെയും വിശദീകരിച്ചിട്ടുണ്ട് ആ ഹദീസിൽ രണ്ട് ഭാഗത്തായിട്ട്. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ ഹദീസിൽ പറഞ്ഞത്? 15 വിഷയങ്ങൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സംഭവിച്ചാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഭൂചലനമുണ്ടാകും, കല്ലേറുണ്ടാകും, മഴയേറുണ്ടാകും, ഭൂമി വിഴുങ്ങലുണ്ടാകും, ഒക്കെ സംഭവിക്കും. ആയാത്തിൻ തതാബു കനിലാമിൻ ഖുതിഅ സിൽകുഹു ഫതതാബ. തുടരെ തുടരെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വരും. അതിൽ എണ്ണി പറഞ്ഞ 3 എന്താ പറയുക നിങ്ങൾ? അഖ ഉമ്മഹു അദ്നാ സ്വദീഖഹു അഖ്സാ അബാ. ഉമ്മാനെ വെറുപ്പിച്ചു, ഫ്രണ്ട്സിനെ അടുപ്പിച്ചു, ബാപ്പാനെ അകറ്റി നിർത്തി. ഉപ്പാനെ അകറ്റി നിർത്തുന്നതിന്റെയും ഉമ്മാനെ വെറുപ്പിക്കുന്നതിന്റെയും നടുവിൽ ഒരു വിഷയം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിനാ സ്വദീഖഹു. ഇപ്പോഴൊക്കെ ചില പെൺപിള്ളേർക്ക് അവരുടെ ഫ്രണ്ട്സ് പറയുന്നതാണ് മതം, അവരെ ഫ്രണ്ട്സ് പറയുന്നതാണ് തിയറി, അതാണ് അവർക്ക് സ്റ്റൈല്, അതാണ് അവർക്ക് മോഡൽ. ബാപ്പാന്റെ സമ്മതം വേണ്ട, ഉമ്മാന്റെ പെർമിഷൻ വേണ്ട, അവരുടെ സന്തോഷം വേണ്ട. ഫ്രണ്ട്സ് എന്താണോ പറയുന്നത് അത് തന്നെ. അതെന്നെ ഹദീസിലും പറഞ്ഞത്. ഉമ്മാനെ വെറുപ്പിച്ചു, ബാപ്പാനെ അകറ്റി, നടുവിൽ അതിനാ സ്വദീഖഹു. രണ്ടിനും കാരണം സ്വന്തം കൂട്ടുകാരന്റെ സുഹൃത്തിന്റെ അടുപ്പമാണ്. നേടൂല സഹോദര, വിജയം നേടൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഉമ്മ പറഞ്ഞ ആ സംഗതി അങ്ങനെ തന്നെയല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് ശരി, പാലൂട്ടിയ കഥ ഓർമ്മപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ എന്ന് വെച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വേറൊരു വർത്തമാനം പറയാൻ വിട്ടില്ല. തിരിച്ചു പോകണം, തിരിച്ചു പോകണം. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഹിദായത്തിന് വേണ്ടി ദ്വാരക്കണം നബിയെ. എന്റെ ഉമ്മ ഇത്രയായിട്ടും തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. നിങ്ങള് വിശ്വസിക്കട്ടെ വിശ്വസിക്കാതെ കെട്ടെ, ഉമ്മാക്ക് ഉമ്മാന്റെ പവറുണ്ട്. ഉമ്മ മുത്തനബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചോ വിശ്വസിച്ചല്ലേ അതിന്റെ മുമ്പാപ്പ ഈ സംഭവം നടക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഹിദായത്തിന് ദ്വാരക്കണം. അത് ഞാൻ ദ്വാരക്കാം. അല്ലാഹുമ്മ ഹുദി ഉമ്മ അബീ ഹുറൈറ. അബൂ ഹുറൈറന്റെ മാതാവിന് ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. തങ്ങൾ ദ്വാരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് കതക് കുറ്റിയിട്ടിട്ടുണ്ട്, വാതിലടച്ചിട്ടുണ്ട്. കുളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വാതിലിന് മുട്ടി ഉമ്മാന്ന് വിളിച്ചു. മോനാണ് വിളിക്കുന്നതെന്ന് ഉമ്മാക്ക് മനസ്സിലായി. ഞാൻ ഇപ്പൊ വരാം മോനെ, ഞാൻ കുളിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വരുന്ന ഉമ്മ തലയിൽ തട്ടൊക്കെ ഇട്ട് നല്ല മറവോടെ വന്ന് വാതില് തുറന്നതും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്ത ഒരു കുളിര് പെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദ്വാരുന്നു. അതിന്റെ അതേ അനുഭവം സാക്ഷ്യം ഇവിടെ വെച്ച് മഹാനവറുകൾ സാക്ഷ്യപ്പെടുകയും ചെയ്തു, അനുഭവിക്കുകയും ചെയ്തു. കിട്ടില്ല. ദൂരഭാഗത്ത് നിന്ന് യമനിൽ നിന്ന് മദീനയിലേക്ക് വന്നില്ലേ ഒരു സ്വഹാബി? എത്ര സഞ്ചരിച്ചു വരണമെന്നറിയോ? 8 മർഹല സഞ്ചരിക്കണം, ഒരു 800 ചില്ലാൻ കിലോമീറ്റർ യമനിൽ നിന്ന് മദീനയിലേക്ക്. എന്തിനാ വന്നത്? തങ്ങൾ അടുത്ത ആഴ്ച പിറ്റത്തെ ആഴ്ചത്തെ യുദ്ധത്തിന് പോകുന്നെന്ന് കേട്ട് അങ്ങനെ എന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഉപ്പയും ഉമ്മയും വീട്ടിലുണ്ടോ? ആ ഉണ്ട്. എന്താണ് അവരാ നിലപാട്? ഞാൻ ഇറങ്ങുമ്പോ അവര് രണ്ടുപേരും കരഞ്ഞു. ഇർജി ഇലൈഹിമാ, മടങ്ങിപ്പോകണം. വന്ന യമനിലേക്ക് തിരിച്ചു പോകണം, അവരെ സന്തോഷിപ്പിക്കണം, തിരിച്ചു പോയിക്കോളും. ജിഹാദിന് കൽപ്പിക്കപ്പെടാത്ത സഹോദരിമാർക്കുള്ള ഏറ്റവും വലിയ ജിഹാദ് ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നേടലാണ്. സ്വർഗത്തില് അന്തസ്സോടെ ഖുർആൻ ഓതുന്നത് കേട്ട ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദായ മഹാനാണ്.
അൻസാരിയായ സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്തു. കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ സമയത്താണ് മഹാനവറുകൾ വഫാത്താകുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം 10-30 ചില്ലാനം കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആ ഹാരിസത്ത് ബിൻ